ഞാൻ ഫസ്റ്റ് ക്ലാസ്സാണ് ഈ സത്സംഗത്തിലെ. അപ്പോൾ ഈ സത്സംഗത്തിൽ ഒരു അവസരം തന്ന കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാതാജിക്കും ഞാൻ ഒന്നുകൂടെ എൻ്റെ വിനീതമായ പ്രണാമം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈഷ്ണവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എനിക്ക് വേണം. അപ്പോൾ ഞങ്ങൾക്ക് ഭാഗവതം തുടങ്ങാം. ആദ്യം നമുക്ക് പ്രാർത്ഥന ചെയ്യാം. जयो राध माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। जय राध माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। यशोदनंदना व्रज जन रंजन यमुना तीरवनचारी। जय राध माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय राध माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी। जय राधा माधव राधे। जय कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम। जय जगन्नाथ जय बलदेवा जय सुभद्रमाई जय सुदर्शना। जय गौरनिताय जय गौरनिताय जय गौरनिताय। जय 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 प्रभुपाद जय जय प्रभुपाद। जय 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 गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठुकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्ण। ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ കേട്ട ഒരു ഭാഗവത ഗ്ലോറിഫിക്കേഷനാണ്. ശ്രീ സനാതന ഗോസ്വാമിയിൽ നിന്നിട്ട് ഞാനൊരു സെക്കൻഡ് ശ്രീമദ് ഭാഗവത മഹിമാ സ്തോത്രം ശ്രീകൃഷ്ണ ലീലാസ്തവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സനാതന ഗോസ്വാമിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം, കാരണം അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ ഭാഗവതം ക്ലാസ്സിന് മുന്നേ ഭാഗവതത്തെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സർവശാസ്ത്രാർത്ഥി പീയൂഷ സർവവേദൈക സത്ഫല സർവസിദ്ധാന്തരത്നാധ്യ സർവലോകൈക ദൃക്പദ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലീധ്വാന്തോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത പരമാനന്ദ പാഠായ
പ്രേമവർഷാക്ഷരായത്തെ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. അസാധു സാധുദാതായിൻ അതിനിച്ചോച്ചതാരക ഹാനമുഞ്ച കഥാ ചിന്മാം പ്രേംനാ ഹൃത്കണ്ഠയോസ്ഫുര. അതിന്റെ അർത്ഥം കൂടെ പറയാം. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതറിയാവുന്നതായിരിക്കാം. സർവശാസ്ത്രാപ്തി പീയൂഷ, എല്ലാ ശാസ്ത്രങ്ങളുടെയും അമൃതമാണ് ശ്രീമദ് ഭാഗവതം. സർവവേദൈക സത്ഫല, എല്ലാ ശാസ്ത്രങ്ങളുടെയും അന്തിമമായ ഏക സത്ഫലമാണ് ശ്രീമദ് ഭാഗവതം. സർവ സിദ്ധാന്ത രത്നാധ്യ, എല്ലാ സിദ്ധാന്തങ്ങളുടെയും രത്നമാണ് ശ്രീമദ് ഭാഗവതം. സർവലോകൈക ദൃക്പ്രദ, എല്ലാ ലോകങ്ങൾക്കും നിശാബോധം തരുന്നത് ശ്രീമദ് ഭാഗവതമാണ്. സർവഭാഗവത പ്രാണ, ഭക്തഭാഗവതം എന്ന് പറയുന്നത് എല്ലാ ആചാര്യന്മാരുടെയും പ്രാണനാണ്. ശ്രീമദ് ഭാഗവത പ്രഭോ, പ്രഭോ എന്ന് വിളിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിനെ. കലി ദ്വാന്ദ്വാദിത്താദിത്യ, കലിയുടെ എല്ലാ കൽമഷങ്ങളും ഇരുട്ടുകളും അകറ്റാനായിട്ട് ഉദിച്ചു വന്ന സൂര്യനാണ് ശ്രീമദ് ഭാഗവതം. ശ്രീകൃഷ്ണ പരിവർത്തതേ, സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതമായിട്ട് പരിവർത്തനം ചെയ്തു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പരമാനന്ദ പാഠായ, ശ്രീമദ് ഭാഗവതം പഠനം ചെയ്യുമ്പോൾ പരമാനന്ദം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പ്രേമ വർഷാക്ഷരായതേ, ഓരോ അക്ഷരങ്ങളും പ്രേമം വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. സർവദാ സർവസേവ്യായ, എല്ലാവരെയും സേവിക്കേണ്ട ഒന്നേ ഉള്ളൂ, അതാണ് സാക്ഷാൽ ശ്രീമദ് ഭാഗവതം. ശ്രീകൃഷ്ണായ നമോസ്തുതേ, സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് ശ്രീമദ് ഭാഗവതം. മതേക ബന്ധോ മത്സംഗിൻ, എനിക്ക് ഒരേ ഒരു ബന്ധു മാത്രമേ ഉള്ളൂ, അത് ശ്രീമദ് ഭാഗവതമാണ്. മത്സംഗിൻ, എൻ്റെ അസോസിയേറ്റ്സ് ആണ് ശ്രീമദ് ഭാഗവതം. മദ്ഗുരോ മൻ മഹാധന, എൻ്റെ ഗുരുവാണ് അവിടുന്ന്. എൻ്റെ മഹത്തായ ധനം മറ്റൊന്നുമല്ല, ഭൗതിക സമ്പത്തല്ല എൻ്റെ ധനം, ശ്രീമദ് ഭാഗവതമാണ്. മന്നിസ്താരക മദ്ഭാഗ്യ, എന്നെ ഈ ഭൗതികതയിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. എൻ്റെ ഭാഗ്യമാണ് അവിടുന്ന് ശ്രീമദ് ഭാഗവതം എന്ന് പറയുകയാണ്. എനിക്ക് മത് ആനന്ദ നമോസ്തുതേ, എനിക്ക് പരമാനന്ദം പകർന്നു തരുന്നത് അവിടുന്ന് മാത്രമാണ്. അസാധു സാധുതാദായിൻ, ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ എത്ര പതിതാത്മാക്കളെ പോലും ശ്രേഷ്ഠ വൈഷ്ണവനാക്കി മാറ്റുന്നതാണ് ശ്രീമദ് ഭാഗവതം. അതിനിച്ചോച്ച താരക, എത്ര അധപതിച്ചിരിക്കുന്നവരെയും രക്ഷിക്കാൻ ശ്രീമദ് ഭാഗവതത്തിന് സാധിക്കും. ഹാനന മുഞ്ച കഥാചിന്മാം, ഒരിക്കലും എന്നെ വിട്ടുപിരിയല്ലേ എന്ന് പറയുകയാണ്. പ്രേംന ഹൃത് ഖണ്ഡയോസ്ഫുര, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ഖണ്ഡത്തിലും അങ്ങ് സ്ഫുരിക്കണമേ എന്ന് ശ്രീ സനാതന ഗോസ്വാമിയുടെ ഒരു ഗ്ലോറിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ഇവിടെ ചൊല്ലിയത്. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം അധ്യായം 7 52-ാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ എനിക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ ആ ശ്ലോകം ഒന്ന് വായിക്കാം. നിശമ്യാഭീമഗതിദം ദ്രൗപദാച്യാ ചതുർഭുജ ആലോക്യാവതനം സഖ്യുർ ഇദമാഹാഹസന്നിവ. നിശമ്യാഭീമഗതിദം ദ്രൗപദ്യാച്യാ ചതുർഭുജ ആലോക്യാവതനം സഖ്യുർ ഇദമാഹാഹസന്നിവ. നിശമ്യാഭീമഗതിദം ദ്രൗപദ്യാച്യാ ചതുർഭുജ ആലോക്യാവതനം സഖ്യുർ ഇദമാഹാഹസന്നിവ. വാക്കർത്ഥം വായിക്കാം. നിശമ്യ, ശ്രവിച്ചയുടൻ, ഭീമ, ഭീമൻ, ഗതിദം, വധിക്കപ്പെടുകയാൽ, ദ്രൗപദിയുടെ, ചതുർഭുജ, ചതുർഭുജൻ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ആലോക്യ, ദർശിക്കയാൽ, വദനം, സഖ്യു, ഭഗവാന്റെ മിത്രത്തിന്റെ, ഇതം, ഇപ്രകാരം, ആഹ, കഥിച്ചു, ഹസൻ, പുഞ്ചിരിച്ചുകൊണ്ട്, ഇവ, ഇതുപോലെ,
വിവർത്തനം എ.സി. ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദിക്ക് ജയ്. ഭീമന്റെ വചനങ്ങൾ ശ്രവിച്ച ശേഷം ചതുർഭുജനും, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനും ദ്രൗപദിയും മറ്റുള്ളവരും ഭഗവത് മിത്രമായ അർജുനന്റെ മുഖത്ത് നോക്കുകയും ഭഗവാൻ സുസ്മേരവദനായി അരുളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാന് ഇരുഭുജങ്ങളാണുള്ളത്. എന്നാൽ ഭഗവാനെ ചതുർഭുജനായി ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ശ്രീധരസ്വാമി വിവരിച്ചിരിക്കുന്നു. അശ്വത്ഥാമാവിന്റെ വധത്തെ സംബന്ധിച്ച് ഭീമനും ദ്രൗപദിക്കും വിരുദ്ധ കാഴ്ചപ്പാടുകളാണുള്ളത്. ഭീമൻ അവനെ തൽക്ഷണം വധിക്കണമെന്നും നേരെ മറിച്ച് ദ്രൗപദി അശ്വത്ഥാമാവിനെ സംരക്ഷിക്കണമെന്നും ആഗ്രഹിച്ചു. വധിക്കാൻ തയ്യാറായ ഭീമനെയും അത്തരം കൃത്യത്തിൽ നിന്നും ഭീമനെ തടയുന്ന ദ്രൗപദിയെയും നമുക്ക് വിഭാവന ചെയ്യാവുന്നതാണ്. ഇരുവരെയും തടയുന്നതിനായി ഭഗവാൻ മറ്റ് ഇരുഭുജങ്ങളെയും സ്ഫുടീകരിച്ചു. യഥാർത്ഥത്തിൽ ആദി ഭഗവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഇരുഭുജങ്ങൾ മാത്രമേ ദൃശ്യമാക്കുന്നുള്ളൂ. എന്നാൽ നാരായണന്റെ രൂപത്തിൽ ഭഗവാൻ ചതുർഭുജങ്ങളെയും ദൃശ്യമാക്കുന്നു. നാരായണ ഭാവത്തിൽ ഭഗവാൻ ഭഗവത് ഭക്തരോടൊപ്പം വൈകുണ്ഠ ലോകത്തിൽ വസിക്കുന്നു. അതേസമയം ഭഗവാൻ തന്റെ യഥാർത്ഥ ശ്രീകൃഷ്ണ ഭാവത്തിൽ ആത്മീയ ആകാശത്തിലെ വൈകുണ്ഠ ലോകത്തിനും ഉപരിയായ വിദൂരമായ കൃഷ്ണലോകത്തിൽ പരിലസിക്കുന്നു. ആകയാൽ ശ്രീകൃഷ്ണനെ ചതുർഭുജൻ എന്ന് വിശേഷിപ്പിക്കുന്നു. അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ആവശ്യമെങ്കിൽ 100 കണക്കിന് ഭുജങ്ങൾ ദൃശ്യമാക്കാൻ ഭഗവാന് കഴിയുന്നു. അർജുനന് ഭഗവാൻ വിശ്വരൂപത്തിൽ പ്രദർശിപ്പിച്ചതുപോലെ അസംഖ്യം ഭുജങ്ങളെ ദൃശ്യമാക്കാൻ ഭഗവാനാൽ സാധ്യമാണ്. ആകയാൽ ആയിരക്കണക്കിന് ഭുജങ്ങൾ ദൃശ്യമാക്കുന്നവന് ആവശ്യമുള്ളപ്പോഴൊക്കെ ചതുർഭുജങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നു. അശ്വത്ഥാമാവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ അർജുനൻ സംഭ്രാന്തനായപ്പോൾ തന്റെ ആത്മമിത്രമായ ശ്രീകൃഷ്ണ ഭഗവാൻ സുസ്മേരവദനായി സ്വമേധയാ ഈ പ്രശ്നത്തെ ഏറ്റെടുത്തു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാക്കയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ശ്ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് 7-ാം അധ്യായം 1-ാം സ്കന്ധത്തില് 52-ാമത്തെ ശ്ലോകമാണ്. അപ്പോ ഈ അധ്യായത്തില് എന്താ നടന്നെന്നുള്ള ഒരു ചെറിയൊരു റീക്യാപ്പ്. കാരണം എല്ലാ ഡിവോട്ടീസും വളരെ വിശദമായിട്ട് ഓരോ ശ്ലോകങ്ങളും എടുത്തു പോയിട്ടുള്ളതാണ്. അപ്പൊ ജസ്റ്റ് എന്റെ ശ്ലോകം തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. അപ്പോ ആദ്യത്തെ 11 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ അധ്യായത്തിലെ 6-ാമത്തെ അധ്യായത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതായത് 4-ാമത്തെ അധ്യായം ആയപ്പോഴാണ് ശ്രീല വ്യാസദേവന് ശ്രീമദ് ഭാഗവതം രചിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. ആ ഇൻസ്പിറേഷൻ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് നാരദ വ്യാസ സംഭാഷണം എന്ന് പറയുന്ന 6-ാമത്തെയും 5-ാമത്തെയും അധ്യായത്തിൽ കൂടെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നാരദമുനി ശ്രീല വ്യാസദേവനോട് ആ ഒരു ശരിയായ പാത പിന്തുടർന്നുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിനെ രചിച്ചോളാൻ അനുമതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ശ്രീമദ് ഭാഗവതം രചിച്ച ശേഷം നാരദമുനി പോയ ശേഷം ശ്രീല വ്യാസദേവ് അദ്ദേഹത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലും നാം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഗുരുവിൽ നിന്ന് കേട്ട നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ
കാര്യമായിട്ട് പാലിക്കണം എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൂടിയാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ നമുക്ക് തരുന്നത്. അങ്ങനെ ശ്രീമദ് ഭാഗവതം വ്യാസദേവൻ രചിക്കപ്പെടുന്നു. രചിച്ച ശേഷം വ്യാസദേവൻ ആ നോളജ് ശീല സുഖദേവ ഗോസ്വാമിക്ക് പകർന്ന് നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് 7ാമത്തെ ശ്ലോകത്തില് ഭാഗവത മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. യസ്യാം വൈശ്രൂയമാണായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിർ ഉൽപ്പത്യതേ പുംസ ശോകമോഹ ഭയാപഹ. യസ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗവതം വൈശ്രൂയമാണായാം, ആരാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നത്? കൃഷ്ണേ പരമ പുരുഷൻ, ഭഗവാൻ തന്നെയാണ് പരമ ദിവ്യോത്തമ പുരുഷൻ. ഭക്തിർ ഉൽപ്പത്യതേ പുംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൽ നിന്നും ചെടി മുളയ്ക്കുന്നത് പോലെ, അതായത് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട്, അതിന്റെ ഫലം ഭക്തി ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കുന്നു എന്നതാണ് പറയുന്നത്. അപ്പൊ ഭക്തി വന്നു കഴിഞ്ഞാല് എന്ത് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്? ശോക മോഹ ഭയാഭക, ദുഃഖം, മോഹം, ഭയം എല്ലാം നശിച്ചു പോകുന്നു. ശ്രീമദ് ഭാഗവത ശ്രവണം ഇതെല്ലാം നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോൾ ഇതാണ് ശ്രീമദ് ഭാഗവതം വായിക്കുന്നതിന്റെയും പഠിക്കുന്നതിന്റെയും ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനിൽ കൂടുതൽ അടുക്കാൻ കഴിയും. ഡിവോഷണൽ സർവീസ് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഭഗവത് ഭക്തന്മാരായ പ്രഹ്ലാദ് മഹാരാജ്, ധ്രുവ മഹാരാജ് ഇവരെയൊക്കെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നാമത്തോട് ഒരു ആകർഷണം തോന്നും, അല്ലെ? അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഗോള്, അല്ലെ? അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമ്മളിലും ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണം. പിന്നെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഒരു ലിറ്റററി, ഭഗവാന്റെ തന്നെ ലിറ്റററി ഇൻകാർണേഷൻ ആണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആദിലീലയിൽ പറയുന്നുണ്ട്, കലികാലേ നാമരൂപേ കൃഷ്ണ അവതാര നാമഹൈതേ ഹയ സർവ ജഗത് നിസ്താര. ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഇൻകാർണേഷൻ ആണ്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ 9ാമത്തെ ശ്ലോകത്തില് ശൗനക ഋഷി ചോദിക്കുകയാണ്, സുഖദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം പഠിക്കേണ്ട ബുദ്ധിമുട്ടുണ്ടോ, പഠിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെ? സുഖദേവ ഗോസ്വാമി ആത്മാരാമനല്ലേ? അപ്പോ 10ാമത്തെ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം, ആത്മാരാമന്മാർക്ക്, അതായത് മുനികൾക്ക് പോലും ആകർഷിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ ഹരിയുടെ ക്വാളിറ്റീസ് ആകർഷണം തോന്നുന്നു. എന്നിട്ട് ഭക്തിയുത സേവനങ്ങൾ ഹരിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നു, അല്ലെ? ഭഗവാന്റെ ക്വാളിറ്റീസ് എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. അധരം മധുരം വദനം മധുരം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തികളും വളരെ സ്വീറ്റ് ആണ്, അല്ലെ? അദ്ദേഹം കുട്ടിക്കാലത്ത് വെണ്ണ കക്കുന്ന കാര്യമായാലും പിന്നെ യശോദ ഈ ദാമോദരനെ കെട്ടുന്നതാണെങ്കിലും എല്ലാം വളരെ മാധുര്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാനിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമുക്ക് ആകർഷണം തോന്നും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭഗവാന്റെ ക്വാളിറ്റീസ്, രൂപം, ലീല, മാഹാത്മ്യം എല്ലാം ഭഗവാനിൽ ആകർഷണമാകുമ്പോൾ നമ്മുടെ ഭൗതിക ആഗ്രഹങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് സത്യം. പിന്നെ സുഖദേവ ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം നോളജ് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ആദ്യം ഒരു നിരാകാരവാദിയായിരുന്നു. അപ്പൊ നിരാകാരവാദിയിൽ നിന്നും അദ്ദേഹം ഭാഗവതം കേട്ട് ഭഗവാന്റെ ഭക്തനായിട്ട് മാറി. അച്ഛനിൽ നിന്നും കേട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു ശുദ്ധ ഭക്തനായി വിഷ്ണു ജനപ്രിയനായിട്ട് മാറി എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പോ ഹരിയുടെ ഗുണങ്ങളെ കേൾക്കുമ്പോൾ നമ്മിൽ ഭക്തി ഉണ്ടാകുന്നു, വിഷ്ണു ജനപ്രിയനായിട്ട് നമ്മൾ മാറുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനും നമുക്കും തമ്മിൽ ഒരു ഇഷ്ടമുണ്ടാകും. അത് നാച്ചുറലാണ്, അല്ലെ? അപ്പോ അവിടെ നമുക്കൊരു ആചരണം, ഭഗവാനുമായിട്ടുള്ള ഒരു അടുപ്പം നമുക്കുണ്ടാകുന്നു. അങ്ങനെ ഭക്തനോട് ഭഗവാനും ഇഷ്ടം തോന്നുന്നു. അപ്പൊ ഇതിലെ കോമൺ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തി എന്നതാണ്. അപ്പൊ ഇതില് അടിവരയിട്ട് പറയേണ്ട കാര്യം ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പൊ ഈ 11 ശ്ലോകം കഴിഞ്ഞിട്ട് 12ാമത്തെ ശ്ലോകം മുതലാണ് മഹാഭാരത യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കണ്ട കാര്യമാണ്. കൗരവപക്ഷത്തെയും പാണ്ഡവ പക്ഷത്തെയും എല്ലാ വീരയോദ്ധാക്കന്മാരെ വധിക്കുകയും വീരമൃത്യു വരിച്ച ആ യോദ്ധാക്കളിൽ അവർക്ക് അർഹമായ പ്രാപ്യസ്ഥാനം ലഭിക്കുകയും ചെയ്ത ശേഷം ഭീമൻ എന്ത് ചെയ്തു? ഭീമന്റെ ഗദയാൽ പ്രകരമേറ്റിട്ട് ധൃതരാഷ്ട്രപുത്രനായ ദുര്യോധനൻ നട്ടല് തകർന്ന് വിലപിക്കുന്നു. അങ്ങനെ നിലം പതിച്ചു. അങ്ങനെ ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ് തന്റെ യജമാനന്
സംതൃപ്തി നൽകാൻ വേണ്ടിയിട്ട് ഒരു ശരിക്കും വിഡ്ഢിത്തമായിട്ട് ചിന്തിച്ചുകൊണ്ട് നിദ്രയിലായിരുന്ന ദ്രൗപദിയുടെ 5 പുത്രന്മാരെയും വധിക്കുകയുണ്ടായി എന്നിട്ട് അത് ദുര്യോധനന് ഉപഹാരമായി അർപ്പിച്ചു. എങ്കിലും ദുര്യോധനൻ നിഷ്ഠൂരമായ പ്രവൃത്തിയെ നിരാകരിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒട്ടും തന്നെ സംപ്രീതനായിരുന്നില്ല. അപ്പൊ നമുക്കറിയാം ഒരു അമ്മയുടെ ദുഃഖം എന്തായിരിക്കും എന്നുള്ളത്, അല്ലെ? അപ്പോ ആ 5 പുത്രന്മാരുടെ അമ്മയായ ദ്രൗപദി തൻ്റെ പുത്രിയുടെ പൈശാചികമായ കൂട്ടക്കുരുതിയുടെ വാർത്ത അറിഞ്ഞിട്ട് ദുഃഖാർത്ഥയായി നിലം പതിച്ചു. അവര് അശ്രുക്കൾ നിറഞ്ഞ നയനങ്ങളോടെ വിലപിക്കാൻ ആരംഭിച്ചു. ഒരു കൺട്രോളും ഇല്ലാതെയായിരുന്നു ദ്രൗപദിയുടെ വിലാപം. അപ്പൊ ആ കൊടിയ നഷ്ടത്തില് ദ്രൗപദിയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അർജുനൻ പറയുകയാണ്, എന്തായിരുന്നാലും നീ വിഷമിക്കണ്ട, ഞാന് ഇന്ന് തന്നെ ആ ബ്രാഹ്മണന്റെ അശ്വത്ഥാമാവിന്റെ ശിരസ് ഛേദിച്ച് നിനക്ക് സമ്മാനിക്കും. അത് കഴിഞ്ഞിട്ട് നിന്റെ മിഴിയിലെ അശ്രുക്കൾ ഞാൻ തുടയ്ക്കും. അനന്തരം നിന്റെ സൂതന്മാരുടെ ചിത ദഹിപ്പിച്ച ശേഷം അവന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് നിനക്ക് സ്നാനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം വളരെ രോക്ഷത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ സാമർഥ്യപൂർവ്വം. അതിനു മുന്നേ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഫൈനലി രോഷം കൊണ്ട് ഈ ദ്രൗപദി അശ്വത്ഥാമാവിനെ പിടികൂടുകയും വടത്താൽ കെട്ടി ഒരു മൃഗത്തെ പോലെ ബന്ധിച്ച് ദ്രൗപദിയുടെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോ ഇത്രയും സമയം വധിക്കണം എന്ന് പറഞ്ഞു നിന്ന ദ്രൗപദിക്ക് അശ്വത്ഥാമാവിനെ കണ്ടപ്പോ വല്ലാത്തൊരു അടുപ്പം, ഒരു സൗഹൃദ ബന്ധം എന്നല്ല, ശരിക്കും ഒരു കമ്പാഷൻ, ദയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദ്രൗപദി പറയുന്നു, അശ്വത്ഥാമാവിനെ വധിക്കണ്ട എന്ന് പറയുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, അല്ലെ? ദ്രൗപദിയുടെ ഒരു വാമ സ്വഭാവത്തെയാണ് ശീല പ്രഭുപാദ് 42-ാമത്തെ ശ്ലോകത്തില് പറയുന്നത്. വളരെ കൃപ തോന്നുകയാണ് ദ്രൗപദിക്ക്. അപ്പോ ദ്രൗപദി എന്ന് പറയുന്നത് ഒരു ശുദ്ധ ഭക്തയാണ്. ലക്ഷ്മി ദേവിയുടെ എക്സ്പാൻഷനാണ് ദ്രൗപദി. അതുപോലെ തന്നെ ഭഗവാന്റെ വളരെ ക്ലോസ് ഫ്രണ്ടുമായിരുന്നു. ആവശ്യം വന്നപ്പോൾ ഭഗവാൻ അവിടെ എത്തി ദ്രൗപദിയെ സഹായിച്ച കാര്യം നമുക്കറിയാം, അല്ലെ? ഭഗവാന്റെ കൈ മുറിയുന്ന സമയത്ത് ദ്രൗപദി ദേവി സ്വന്തം സാരി കീറി കൈ കെട്ടി കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണനെ ദ്രൗപദി സേവ ചെയ്തു, അല്ലെ? കുരുസഭയിൽ ആക്ഷേപിച്ചപ്പോൾ ഭഗവാൻ അവിടെ സാരിയുടെ രൂപത്തിലെത്തി ദ്രൗപദിയെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഗജേന്ദ്രനെ രക്ഷിച്ചു. ഒരു പ്രൊട്ടക്ഷൻ തരുന്നതിന് ഭഗവാൻ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമ്പത്തായിക്കോട്ടെ, അവബോധമായിക്കോട്ടെ, എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭഗവാനാണ്. വിശ്വാസത്തോടുകൂടി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അവിടെ എത്തിയിരിക്കും. അതുപോലെ ശീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഡിസ്ക്രിമിനേറ്ററി പവർ പുരുഷന്മാർക്കാണ് കൂടുതൽ, അഫക്ഷൻ എന്നത് സ്ത്രീകൾക്കാണ് കൂടുതൽ എന്ന് പറയുന്നു. അപ്പൊ ഇന്റലിജൻസ് ആണെങ്കിലും സ്ത്രീ പുരുഷന്മാർക്ക് ഏവർക്കും ഒരുപോലെയാണ്. പക്ഷേ മാതാജിമാരത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് ശീല പ്രഭുപാദർ പറയുന്നത്. അപ്പോ ശീല പ്രഭുപാദ് പറയുന്നത്, ഒരു ശുദ്ധ ഭക്തന്റെ ഹൃദയം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ കാണുമ്പോൾ അപ്പോൾ ആ ഡിവോട്ടീസിനോട് ഒരു അലിവ് തോന്നുകയാണ്, അല്ലെ? അവരുടെ ഹൃദയം അലിഞ്ഞു പോവുകയാണ്. ദുഃഖി. ഇതാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ ക്വാളിറ്റി. അതാണ് നമ്മൾ ദ്രൗപദി ദേവിയില് കണ്ടത്. പിന്നെ കുറച്ച് ആർഗ്യുമെന്റ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ഭഗവാനും പറയുന്നുണ്ട്, 5 കാര്യങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നുണ്ട് അശ്വത്ഥാമാവിനെ വധിക്കണമെന്ന്. പിന്നെ ഒരു 6 കാര്യം പറഞ്ഞിട്ട് അത് ദ്രൗപദി പറയുകയാണ് വധിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. 49-ാമത്തെ ശ്ലോകത്തില് പറഞ്ഞിട്ടുണ്ട്, സൂത ഉവാച ധർമ്മ്യം ന്യായം സകരുണം നിർവ്യലികം സമം മഹൽ രാജാ ധർമ്മസുധോ രാജ്ഞ പ്രത്യാനന്ദ ധ്വജോ ദ്വിജ. അതിനു മുന്നേ നമുക്ക് ഭഗവാൻ വധിക്കണമെന്ന് ആർഗ്യ ചെയ്തത് എന്താണെന്ന് നോക്കാം. 35-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, ബ്രഹ്മബന്ധുവാണ്
അശ്വത്ഥാമാവ്. കാരണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹം ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വധിക്കണം എന്ന് പറയുന്നു. രണ്ടാമത്തേത് ന്യായം. ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രൗപദിയുടെ നിരപരാധികളായ മക്കളെ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അശ്വത്ഥാമാവ് വധിച്ചു. അതിനാൽ യുദ്ധ നിയമങ്ങൾ ലംഘിച്ചതുകൊണ്ട് അവൻ കൊല്ലപ്പെടാൻ അർഹനാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സകരുണം. സകരുണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിൽ ജീവൻ പണയപ്പെടുത്തി തന്റെ അസ്തിത്വം നിലനിർത്താൻ ക്രൂരനും നിഷ്ക്രിയനുമായ ഒരാൾ സ്വന്തം ക്ഷേമത്തിനായി കൊല്ലാൻ അർഹനാണ് എന്ന് പറയുന്നു. അത് കരുണം. അത് കഴിഞ്ഞിട്ട് 38-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു ഭഗവാൻ, അർജുനൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദ്രൗപദിക്ക് അശ്വത്ഥാമാവിന്റെ തല കൊണ്ടുകൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി പറയുന്നത് ഡിസാറ്റിസ്ഫൈഡ് ഹിസ് മാസ്റ്റർ. ദുര്യോധനെ സന്തോഷിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്, പക്ഷെ അവിടെ ദുര്യോധനൻ അസന്തുഷ്ടനായി എന്നാ പറയണം. അപ്പൊ ഈ ഇത്രയും കാര്യം കൊണ്ട് ഇദ്ദേഹത്തെ അശ്വത്ഥാമാവിനെ വധിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ദ്രൗപദി ദേവി പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷമിക്കണം, ഇതിലെ ധർമ്മ്യം ന്യായമായിരുന്നു. ദ്രൗപദി ദേവി പറയുന്ന കാര്യം, ബ്രാഹ്മണനായതുകൊണ്ട് അശ്വത്ഥാമാവിനെ മോചിപ്പിക്കാൻ ദ്രൗപദി ഓർഡർ ചെയ്തു. അത് ധർമ്മ്യം. 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ന്യായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവിന്റെ പുത്രനാണ് അശ്വത്ഥാമാവ്. ദ്രോണരുടെ കാരുണ്യത്താൽ അവർ സൈനിക വിദ്യകൾ പഠിച്ചു. അത് ന്യായമായിട്ട് പറയുന്നു. സകരുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രോണരുടെ ഭാര്യ കൃപി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ദ്രോണരെ പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ അശ്വത്ഥാമാവായതിനാൽ അയാളെ കൊല്ലരുത്. കാരണം അദ്ദേഹത്തിന്റെ മരണം കൃപിയെ വലിയ ദുഃഖത്തിലാക്കും എന്ന് പറയുന്നു. മുമ്പ് ഒരു സതി നിലനിന്നിരുന്ന കാലമായിരുന്നു. അപ്പൊ ദ്രോണർ മരിച്ചപ്പോ കൃപിക്ക് സതി ചെയ്യേണ്ടി വന്നില്ല. കാരണം പ്രൊട്ടക്ട് ചെയ്യാൻ മകൻ ഉള്ളത് കൊണ്ട്. അപ്പം മകന്റെ വധം എന്ന് പറയുമ്പോൾ അത് കൃപിയെ വല്ലാത്ത ദുഃഖത്തിലാക്കും എന്ന് പറയുന്നു. നിർവ്യലികം എന്ന് പറഞ്ഞിട്ട് ധർമ്മത്തിൽ വഞ്ചനയില്ലാത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാന്യമായ ക്രമത്തെ വേദനിപ്പിക്കുന്നത് നല്ലതല്ല. പിന്നെ സമം എന്ന് പറഞ്ഞാല് എൻ്റെ വേദനയും അവരുടെ വേദനയും. അപ്പോൾ കൃപി തന്നെ പോലെ കരയാൻ ദ്രൗപദി ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അത് ലാസ്റ്റ് വൺ പറയുന്നത് മഹത് എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ്. ക്ഷത്രിയ ക്രമത്തിന്റെ ഭരണക്രമം ബ്രാഹ്മണക്രമത്തെ വ്രണപ്പെടുത്തുകയും അവരെ കോപിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് രാജ്യവംശത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന് പറയുന്നു. അപ്പോ ഇവിടെ ദ്രൗപദിയില് കാണുന്നത് ശുദ്ധ ഭക്തി ആണെന്നുള്ളതാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ദ്രൗപദിയുടെ മുന്നിൽ അശ്വത്ഥാമാവിനെ കൊണ്ടുവന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ കുറ്റവാളിയെ പോലെ ബന്ധിതാവസ്ഥയിൽ, വിശേഷിച്ചും ഗുരുവിന്റെ പുത്രനായ ബ്രാഹ്മണനെ കണ്ടപ്പോ ദ്രൗപദിക്ക് അസഹ്യത അനുഭവപ്പെട്ടു എന്ന് പറയുന്നു, അല്ലെ? അപ്പോ ഒരു ഭഗവത് ഭക്തൻ സർവവിധ സ്വകീയ ക്ലേശങ്ങളെയും സഹിക്കുന്നുവെന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. എങ്കിലും ഒരു ഭക്തൻ മറ്റുള്ളവരോട് ശത്രുവിനോട് പോലും ഒരിക്കലും ക്രൂരമായി പെരുമാറുകയില്ല. അത് ഒരു ശുദ്ധ ഭക്തന്റെ സവിശേഷതയാണ്. അപ്പോ ഇത് ഇത്രയും പറഞ്ഞു വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദ്രൗപദിയുടെ ആ ഒരു സഹിഷ്ണുത, അല്ലെ? ദ്രൗപദിയുടെ ഒരുപാട് ക്വാളിറ്റീസ് നമ്മൾ ഇവിടെ കണ്ടു. ആ ക്വാളിറ്റീസ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു കാര്യം, ഞാന് ഒരു പുരുഷോത്തം മാസം ലെക്ചറില് 2020 കേട്ട ഒരു ലെക്ചറിൽ നിന്ന് കേട്ടതാണ്. എന്തുകൊണ്ടാണ് ദ്രൗപദി ഇത്രയും സഫർ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രാഹ്മണൻ, അദ്ദേഹത്തിന്റെ മേധവി എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. പ്രസവ സമയത്ത് തന്നെ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അദ്ദേഹം ഒരു ഋഷിയുമായിരുന്നു. മകളെ നല്ല രീതിയിലായിരുന്നു വളർത്തിക്കൊണ്ടുവന്നത്. അമ്മ ഇല്ലാത്ത വീടായതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആരും പറഞ്ഞു കൊടുക്കാനില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മകളെ കല്യാണം കഴിപ്പിച്ച് വിടണം എന്ന കാര്യം അദ്ദേഹം മറന്നു എന്നുള്ളതാണ്. അപ്പോ ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ സഖിമാരുടെയും വിവാഹം കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം മേധവി ഋഷി ശരീരം വെടിഞ്ഞു.
ആ കുട്ടി ഒറ്റയ്ക്കായി, ആരുമില്ല. അങ്ങനെ ദുർവാസ മുനിയുടെ ചങ്ങാതിയായിരുന്നു ഈ മേധവി ഋഷി എന്ന് പറയുന്നത്. ഒരു ദിവസം ദുർവാസ മുനി അവിടെ ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയുണ്ടായിരുന്നു. അപ്പോൾ ദുർവാസ മുനിയെ ആദരിച്ചു, പ്രണമിച്ചു, പാദസേവ ചെയ്തു, പ്രസാദം നൽകി, എല്ലാം എന്നിട്ട് വളരെ ഹമ്പിളായിട്ട് പറയേണ്ടായി, എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി, എനിക്ക് സഹോദരന്മാരായിട്ട് ആരും തന്നെ ഇല്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അങ്ങ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദുർവാസ മുനി പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എനിക്ക് നീ മകളെ പോലെയാണ്. പുരുഷോത്തമ മാസം വരികയില്ലേ, അത് വളരെ ഓസ്പീഷ്യസ് ആണ്. അപ്പോൾ പുരുഷോത്തമ മാസം വ്രതം എടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും എന്ന് പറഞ്ഞു. മേധവി ഋഷിയുടെ മകൾ ഇത് കേട്ടപ്പോൾ വല്ലാതെ അപ്സെറ്റായി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? പുരുഷോത്തമ മാസം എന്ന് പറഞ്ഞാൽ അത് അധിക മാസമാണ്, ഇനോസ്പീഷ്യസ് ആണ്. എന്നോട് വ്രതം എടുക്കണം എന്ന് അങ്ങക്ക് എങ്ങനെ പറയാൻ തോന്നി? എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ദുർവാസ മുനിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോ അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നു, കണ്ണൊക്കെ ചുമന്ന് അദ്ദേഹം ശപിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, നിന്റെ അച്ഛൻ എൻ്റെ നല്ല സുഹൃത്തായതിനാൽ ഞാൻ നിന്നെ ശപിക്കുന്നില്ല, പക്ഷേ പുരുഷോത്തമ മാസത്തെ അവഗണിച്ചത് അപരാധമായി പോയി, അതിന്റെ പാപഫലം നീ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ദുർവാസ മുനി ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അദ്ദേഹം പോയപ്പോ ആ കുട്ടിയുടെ സൗന്ദര്യം, ആ ആശ്രമത്തിന്റെ സന്തോഷം എല്ലാം പെട്ടെന്ന് നഷ്ടമായി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുട്ടി വല്ലാതെ വിഷമിച്ചു. അങ്ങനെ ശിവഭഗവാനില് ആ കുട്ടി സറണ്ടറായി, തപസ് ചെയ്തു. എത്ര വർഷമാണെന്നറിയോ? 9000 വർഷം കഠിനമായ തപസ് ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ സീസൺ ആവുമ്പോൾ തീയുടെ നടുവിൽ നിന്നുകൊണ്ടും, വിന്റർ സീസൺ ആവുമ്പോൾ ആ തണുത്ത ജലത്തിന് നടുവിൽ നിന്നുകൊണ്ടുമാണ് തപസ് ചെയ്തത്. അങ്ങനെ 9000 വർഷം തപസ് ചെയ്തപ്പോൾ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ ചോദിച്ചു, നിന്റെ തപസ്സിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ശിവഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട് ആ കുട്ടി ഇങ്ങനെ പറയണ്ടായി, എനിക്കൊരു ഭർത്താവിനെ വേണം എന്ന് പറഞ്ഞ് 5 പ്രാവശ്യം ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, തഥാസ്തു, 5 ഭർത്താക്കന്മാരെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാല്, ഭഗവാനെ കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു വീണ്ടും വീണ്ടും ചോദിച്ചത്. പരിസരം മറന്നിട്ടാ ചോദിച്ചത് അല്ലെ, ഒരു വെപ്രാളം കൊണ്ട് ചോദിച്ചു പോയി. അങ്ങ് എന്താണ് പറയുന്നത്? എനിക്ക് 5 ഭർത്താക്കന്മാരെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ എന്ന് ചോദിക്കേണ്ടായി. അപ്പോ ഭഗവാൻ പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, നീ 5 പ്രാവശ്യം ചോദിച്ചു, അതുകൊണ്ട് ഞാൻ നിനക്ക് 5 ഭർത്താക്കന്മാരെ കിട്ടുമെന്ന വരവും തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ദുർവാസാവ് മുനി എന്ന് പറഞ്ഞാൽ ഹീസ് മൈ പാർട്ട് ഓഫ് ബോഡി അല്ലെ. അപ്പോ നീ ദുർവാസാവ് മുനിയെ ധിഖരിച്ചു, പുരുഷോത്തമ മാസത്തെ ആക്ഷേപിച്ചു, അതെല്ലാം സിൻഫുൾ ആണ്. അപ്പോ അത് നീ അനുഭവിച്ചേ മതിയാവൂ, പക്ഷെ ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മം ഇത് നടക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വാക്കുകൂടെ പറയേണ്ടായി, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടാവും, പക്ഷെ പേടിക്കണ്ട, അവർ 5 പേരും വളരെ യുണീക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ശരീരം വിടുകയുണ്ടായി. പിന്നെയാണ് ദ്വാപര യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാരാജ് ദ്രുപദ് ഫയർ സാക്രിഫൈസ് ചെയ്തു. അപ്പോ മേധവി ഋഷിയുടെ ഈ പുത്രിയാണ് തീയിൽ നിന്നും, അഗ്നിയിൽ നിന്നും പുറത്തു വന്നത്. ദ്രുപദ് മഹാരാജാവിന്റെ മകളായതുകൊണ്ട് ദ്രൗപദി എന്ന പേരും കിട്ടി. അങ്ങനെ ദ്രൗപദി 5 പാണ്ഡവന്മാരെ വിവാഹം കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഈ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പറഞ്ഞു, 5 പാണ്ഡവരെയും ദ്രൗപദിയെ നോക്കിയിട്ട് പറഞ്ഞു, പ്രീവിയസ് ജന്മത്തില് ദ്രൗപദി പുരുഷോത്തമ മാസം ഇൻസൾട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഇത്രയും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കുട്ടികളുടെ മരണമായാലും പിന്നെ ദുശാസനൻ സഭയിൽ അപമാനിച്ചതുമൊക്കെ ഇതുകൊണ്ടാണ് നടന്നത്. അതിനാൽ നിങ്ങൾ എല്ലാവരെയും ഇനി വരുന്ന പുരുഷോത്തമ മാസം വ്രതം അനുഷ്ഠിക്കണം, നഷ്ടമായ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്ന പുരുഷോത്തമ മാസത്തിൽ അവര് വ്രതമെടുത്തു എന്നാണ് പറഞ്ഞത്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് പുരുഷോത്തമൻ തന്നെയാണ് അല്ലെ. ആ പുരുഷോത്തമ മാസത്തെ അവഗണിക്കുന്നത് ഭഗവാനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ആ ഒരു കഥയിലൂടെയാണ് നമ്മള് ദ്രൗപദിയുടെ പ്രീവിയസ് ജന്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെനിക്ക് ശരിക്കും തോന്നുന്നു നിതായ് സേവിനി മാതാജിയുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ കേട്ടതാണ്.
പിന്നെ ഇത് കഴിഞ്ഞിട്ട് 50-ാമത്തെ ശ്ലോകത്തില് പറയുന്നത് നകുലനും സഹദേവനും സാത്വികിയും അർജുനനും ദേവകീനന്ദനായ പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണനും സ്ത്രീജനങ്ങളും മറ്റുള്ളവരും എല്ലാം രാജാവിനോട് ഏകപക്ഷീയമായിട്ട് യോജിച്ചു എന്ന് പറയുന്നു. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് എഗ്രി ചെയ്തു അല്ലെ, എല്ലാവരും അതുപോലെ യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞതുപോലെ എല്ലാവരും എഗ്രി ചെയ്തു. ഇവിടെ ഭഗവാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് നാടകീയമായ രീതിയിൽ പോയി എന്ന് മാത്രം. പക്ഷെ അത് അവസാനം അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, ഭീമസേനൻ പറഞ്ഞത് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ആക്ഷൻ എടുക്കൂ എന്ന് പറഞ്ഞു. 3 പേരും ഒരേ സ്വരത്തിലായിരുന്നു പറഞ്ഞത്. ആരൊക്കെ? അർജുനനും ഭീമനും കൃഷ്ണനും. പക്ഷെ ഇപ്പോഴും ഭീമൻ സമ്മതം മൂളിയിട്ടില്ല. 52-ാമത്തെ ശ്ലോകത്തിൽ ഒന്നുകൂടെ ട്രാൻസ്ലേഷൻ വായിക്കാം. ഭീമന്റെ വചനങ്ങൾ ശ്രവിച്ച ശേഷം ചതുർഭുജനും ദ്രൗപദിയും മറ്റുള്ളവരും ഭഗവത് മിത്രമായ അർജുനന്റെ മുഖത്ത് നോക്കുകയും ഭഗവാൻ സുസ്മേരവദനായി അരുളി ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. ചതുർഭുജനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ അർജുനനെ നോക്കി ചിരിച്ചുകൊണ്ട് സുസ്മേരവദനായിട്ട് പറഞ്ഞു. അത് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഇവിടെ ചതുർഭുജൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഭഗവാനെ. ഭഗവാൻ കൃഷ്ണന് 2 കൈകളാണുള്ളത് അല്ലെ, ശ്യാമസുന്ദര രൂപമാണ്. ഭഗവാൻ നാരായണനാണ് ചതുർഭുജ മൂർത്തി. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ശംഖ, ചക്രം, കിരീടം, കുണ്ഡലം, അതുപോലെ സപീത വസ്ത്രം, മഞ്ഞ വസ്ത്രം എല്ലാം ആയിട്ടുള്ളതാണ് ചതുർഭുജ രൂപം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വക്ഷസില് കൗസ്തുഭവും ഉണ്ടായിരുന്നു. ആ രൂപത്തെ ആണ്, 4 കൈകളുള്ള രൂപത്തെയാണ് ഇവിടെ ചതുർഭുജൻ എന്ന് വിളിക്കുന്നത്. ആക്ച്വലി കൃഷ്ണനാണ് സ്ക്രീനിലുള്ളത്. പക്ഷേ അതിനുള്ള റീസൺ, ചതുർഭുജ രൂപം എന്ന് പറയുന്നതിനുള്ള റീസൺ ശ്രീല പ്രഭുപാദിന്റെ പേപ്പട്ടില് ശ്രീധർ സ്വാമി കമന്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ്രൗപദിയുടെ അഭിപ്രായം അശ്വത്ഥാമാവിനെ വധിക്കാതെ വെറുതെ വിടണമെന്നും ഭീമസേനൻ അദ്ദേഹത്തെ വധിക്കണമെന്നും പറയുന്നു. അപ്പൊ 2 അഭിപ്രായങ്ങളാണ് അവിടെ വന്നത്. അപ്പോ 2 പേരും, അതായത് ദ്രൗപദി പറയുന്നത് ഭീമസേനൻ അംഗീകരിക്കുന്നില്ല, ഭീമസേനൻ വധിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കൃഷ്ണൻ 2 പേരെയും തടയണം അല്ലെ, 2 പേരെയും സമാധാനിപ്പിക്കണം. അപ്പൊ ദ്രൗപദി ദേവി പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് ദ്രൗപദി ദേവിയെ സാന്ത്വനിപ്പിക്കണം. സേനൻ ആക്രമിക്കാൻ പോകുന്നു, ഭീമസേനനെയും ശാന്തനാക്കണം. അങ്ങനെ അതുകൊണ്ട് ശ്രീധരസ്വാമി ഇവിടെ പറയുന്നത് 2 പേർക്കും 2 അഭിപ്രായം ഉള്ളത് കൊണ്ട് 2 പേരെയും നോക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ 2 കൈകൾ എക്സ്ട്രാ പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 1 കൈ കൊണ്ട് 2 കൈ കൊണ്ട് ദ്രൗപദി ദേവിനെ സാന്ത്വനിപ്പിക്കുന്നു, 2 കൈ കൊണ്ട് ഭീമസേനെയും ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ടാണ് 2 കൈകൾ എക്സ്ട്രാ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ, ഇൻ ദ സെൻസ് അതുകൊണ്ട് ചതുർഭുജൻ എന്ന് എടുത്തു പറയുന്നു. നമ്മള് ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആചാര്യന്മാര് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. അല്ലെങ്കിൽ ഇവിടെ ചതുർഭുജൻ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല അല്ലെ. കൃഷ്ണനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണനാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കാരണം ഈ ശ്ലോകത്തിൽ വരാനുള്ള കാരണം വെറുതെ അല്ല. അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം ഈ ശ്ലോകത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അവസാനം ഭഗവാൻ കൃഷ്ണൻ അർജുനനെ നോക്കി പതിയെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ഏത് സാഹചര്യത്തിലും എപ്പോഴും അദ്ദേഹം വളരെ മന്ദസ്മിതത്തോടു കൂടിയാവും കാര്യങ്ങൾ അവതരിപ്പിക്കുക. നമുക്ക് കാണാം, ഈവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും മന്ദസ്മിതത്തോടെ ആണ് കാണുന്നത്. ഈവൻ ശിശുപാലൻ ഭഗവാൻ കൃഷ്ണനെ എതിരെ പറയുന്ന സമയത്തും അദ്ദേഹത്തെ വളരെ കൂളായിട്ട് കാണുകയാണ് ചെയ്യുന്നത് അല്ലെ. കൃഷ്ണന്റെ ആ ഒരു മന്ദസ്മിതത്തിൽ എല്ലാവരും വീഴുകയാണ് ചെയ്യുന്നത്. കൃഷ്ണന്റെ ചിരിയിൽ ആകർഷകരാകാത്ത ആരും തന്നെ ഇല്ല. അദ്ദേഹത്തിന്റെ ചിരി അങ്ങനെ തന്നെയാണ്. അപ്പോ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇനി അത് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ശ്ലോകത്തില് കാണും. സങ്കീർണമായ സാഹചര്യത്തിൽ പോലും നീതിപൂർവം പ്രവർത്തിക്കാൻ തന്റെ ഭക്തരെ നയിക്കുന്ന ഭഗവാന്റെ ജ്ഞാനത്തെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പോ ഇന്നത്തെ ശ്ലോകം ഇത്രയും
പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പൊ എന്താ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്, എന്താ നടക്കുന്നെന്നുള്ളത് നമുക്ക് അടുത്ത നാളത്തെ ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും എൻ്റെ ക്ലാസ്സിന്റെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് മാറിപ്പോയത്, എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിയുന്നതാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഒരു പുതിയ ദ്രൗപദി എങ്ങനെ ഇങ്ങനെ 5 ഭർത്താക്കന്മാര് വന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മാതാജിയുടെ ക്ലാസ്സിൽ നിന്ന് അതൊരു പുതിയ അറിവായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി, നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ ദ്രൗപതിയുടെ കാര്യം. അത് മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ്. ദ്രൗപതിയുടെ കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പുരുഷോത്തമാസത്തിന്റെ ഗ്ലോറിഫിക്കേഷൻ ആയിട്ട്. താങ്ക് യു വെരി മച്ച് മാതാജി. ഹരേ കൃഷ്ണ. പ്രണാമം. വൈഷ്ണവരായ നിങ്ങളുടെയും എന്റെ കുട്ടിയുടെയും കൃപയാണ് മാതാജി, ഭഗവാന്റെ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. താങ്ക് യു സോ മച്ച്. നന്നായിരുന്നു മാതാജി ക്ലാസ്. ഹരേ കൃഷ്ണ. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. നല്ല ഭക്തി തോന്നി മാതാജിയുടെ ക്ലാസ് കേട്ടപ്പോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഐശ്വര്യ മാതാജി. യെസ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വാഞ്ചാകൽപതരൂപേശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരവസരം തന്നതിന് വീണ്ടും നന്ദി പറയുകയാണ് മാതാജി. ഭഗവാന്റെ കൃപ മാതാജി. ഭഗവാൻ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ മാതാജി. മാതാജിയെ ക്ലോസ് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.